ഹായ് ഹലോ സെലിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് ജെല്ലി കേക്കിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. മാത്രമല്ല നമ്മളിത് ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ജെല്ലി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ പാലാണ് ഞാനിവിടെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മിൽക്ക് മെയ്ഡ് നല്ലോണം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു ഇനിയിപ്പോൾ പിസ്തയുടെ എസൻസ് ഒക്കെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറും കിട്ടും. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ളൊരു എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേരത്തെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ മധുരം ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇത് തണുത്തതിന് ശേഷം നല്ലതുപോലെ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ മധുരം അല്പം കുറഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ലൈറ്റ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറൊന്നും ആഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചൈന ഗ്രാസ് കട്ടയായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തരികളായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കിവി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ, മാംഗോ എടുത്തിട്ടുണ്ട്, പിന്നെ ഉറുമാമ്പഴം, പിന്നെ വാട്ടർ മെലൺ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ടാകും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഏകദേശം കുറച്ചധികം ടൈം തന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 3, 4, 5 മണിക്കൂറെങ്കിലും എക്സ്ട്രാ ഇരുന്നാലും കുഴപ്പമില്ല. കാരണം ഒരുപാട് ഇരുന്നാൽ മാത്രമേ ഈ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സെറ്റായി ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇതിലിട്ടുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചധികം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ജെല്ലി കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവുന്ന നല്ലൊരു ജെല്ലി കേക്കിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്